നോർത്ത് പറവൂർ സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിന്റെ 110ാമത് വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന മിനി ആന്റണി, മിനി മാത്യു, ബെൻസി ടി പോൾ എന്നിവർക്കുള്ള യാത്രയയപ്പും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള ഒരു മികച്ച സ്ഥാപനമായി വളർന്നു എന്നുള്ളതാണ്. 110 വർഷങ്ങൾക്ക് മുമ്പ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന ഒരു ആശയം പ്രചരിപ്പിക്കാൻ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ച ഒരു സഭയാണ്. ആ സഭാ അംഗങ്ങൾക്ക് മാത്രമല്ല, എല്ലാ ജാതിയിലും മതത്തിലും ഉപജാതിയിലും എല്ലാമുള്ള ആളുകളെ ചേർത്ത് പിടിക്കാൻ ഈ സ്ഥാപനം വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്കൊരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലും ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് 110ാമത്തെ വാർഷികത്തിൽ അച്ഛൻ പറയുന്നൊരു കാര്യം സ്കൂളിന് വേണ്ടി നടത്തി തരും എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അത് MP ഫണ്ടിൽ നിന്ന് എന്താണോ അതിൻ്റെ നോംസ് അനുസരിച്ച് ചെയ്യാൻ കഴിയുന്നത് അത് അച്ഛൻ നിർദ്ദേശിക്കുന്ന കാര്യം സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടി ചെയ്യുമെന്ന് ഉറപ്പ് നൽകുക. സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ ജോസ് പുതിയടത്ത് അധ്യക്ഷനായി. നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിന് മേഖലയ്ക്ക് കുറച്ചുകൂടി കാര്യഗൗരവവും ഒപ്പം തന്നെ പ്രാവീണ്യവും കൈവരിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും സെന്റ് അലോഷ്യസ് ഹൈസ്കൂൾ 110ാം വാർഷികം ആചരിക്കുന്നു. സെന്റിനറി കഴിഞ്ഞു 110ാം വാർഷികത്തിലേക്ക് വന്നിരിക്കുക. ഒരു കാലഘട്ടം മുഴുവനും വിദ്യാഭ്യാസ ശുശ്രൂഷ വഴി ഈ ദേശത്തിന് ജ്ഞാന വെളിച്ചം പകരാൻ അധ്യധ്വാനം ചെയ്ത അധ്യാപകരുടെയും അനധ്യാപകരുടെയും വലിയൊരു ശൃംഖലയുണ്ട്. ആ ശൃംഖലയിൽ ഓരോ വർഷം കഴിയും തോറും ചില കണ്ണുകൾ അടർന്നു വീഴും, അല്ലെങ്കിൽ മാറ്റിവെക്കും. പക്ഷേ ആ ചങ്ങല അവസാനിക്കുന്നില്ല. അങ്ങേ വശത്ത് പുതിയ കണ്ണുകൾ നാം പിടിക്കുകയും ചെയ്യും. ഇപ്രാവശ്യം 3-4 അധ്യാപകർ പുതുതായിട്ട് നമ്മുടെ സ്കൂളിലേക്ക് വന്നു. ഇപ്പോൾ 3 പേര് ഈ വർഷം പടിയിറങ്ങുന്നു, അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുന്നു. നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം തന്നെയാണ് ഏറ്റവും വലുത്. പക്ഷേ അതിലൂടെ നല്ല സംസ്കാരവും അറിവും തിരിച്ചറിവും നേടുക എന്നുള്ളതാണ്.
അതുകൂടിയാണ് വിദ്യാഭ്യാസത്തിലൂടെ നേടിക്കൊടുക്കേണ്ടത്. അത് അധ്യാപകര് രക്ഷാകർത്താക്കളോടൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ കുഞ്ഞുങ്ങളെ അതിന് പ്രാപ്തരാക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എറണാകുളം അങ്കമാലി അതിരൂപത വിദ്യാഭ്യാസ കോർപ്പറേറ്റ് മാനേജർ ഫാദർ തോമസ് നങ്ങേലിമാലിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഒരു കുഞ്ഞിന്റെ ഉള്ളിലെ ഏറ്റവും നല്ലതിനെ പുറത്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് വാസ്തവത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ് സ്വാതന്ത്ര്യത്തോടെ ഉള്ളിലുള്ള കഴിവുകൾ, അറിവുകൾ, അനുഭവങ്ങൾ എല്ലാം കുറച്ചുകൂടി തേച്ചുമിനുക്കി പുറത്തെടുത്ത് നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകളായി മാറാനുള്ള നിരന്തരമായിട്ടുള്ള കഠിനമായിട്ടുള്ള അധ്വാനമാണ് നമ്മുടെ വിദ്യാലയത്തിൽ നടത്തുന്നത്. ആ ഒരു പ്രോസസ്സിൽ നമ്മുടെ വിദ്യാലയം എന്തുമാത്രം മുന്നേറുന്നു എന്നുള്ളതിന്റെ നേർചിത്രമാണ് നമ്മൾ റിപ്പോർട്ടിൽ കണ്ടത്. വിരമിക്കുന്ന അധ്യാപകരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ഹെഡ്മാസ്റ്റർ PR സുനിൽ സ്വാഗതം ആശംസിച്ചു. സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. അതോടൊപ്പം ചെറിയ മനസ്സിലുള്ള ഒരു സങ്കടവും ഷെയർ ചെയ്യുകയാണ്. കാരണം നമ്മുടെ 3 അധ്യാപകർ എന്നത് നമ്മുടെ വിദ്യാലയത്തിലെ ഏറ്റവും, എനിക്ക് തോന്നുന്നു ഈ 3 അധ്യാപകരുടെ ജീവിതത്തിലെ സുവർണ കാലം, ഏറ്റവും സന്തോഷകരമായ കാലം മുഴുവൻ ഞങ്ങളോടൊപ്പമായിരുന്നു അവർ ഈ വർഷം വിരമിക്കുന്നു എന്നത് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആ 3 അധ്യാപകരെയും ഈ അവസരത്തിൽ ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ അഭ്യുദയകാംക്ഷികളുടെയും പേരിലുള്ള സ്വാഗതം അറിയിക്കുന്നു. സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് PTA, അധ്യാപകർ എന്നിവരുടെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ MJ രാജു, വാർഡ് കൗൺസിലർ MK ബാനർജി, മാനേജ്മെന്റ് ട്രസ്റ്റി ബിനോയ് ആൻഡു, PTA പ്രസിഡന്റ് മുനീറ മുഹമ്മദ് അഷ്റഫ്, മാതൃസംഘം ചെയർപേഴ്സൺ ജിനി ജോജി, അധ്യാപക പ്രതിനിധി സുമ റാഫേൽ, സ്കൂൾ ലീഡർ AM അനന്യ, സ്റ്റാഫ് സെക്രട്ടറി മിനി ആന്റണി എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ മിനി ആന്റണി, എൻ്റെ അപ്പച്ചൻ ഇന്ന് ഞങ്ങളോടൊപ്പമില്ല. അപ്പച്ചൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. മിനി മാത്യു, ഇങ്ങനെയൊരു സന്തോഷകരമായ നിമിഷം എൻ്റെ ജീവിതത്തിൽ തന്നതിനെ ഓർത്ത് നല്ലവനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ബെൻസി ടി പോൾ, പഠിച്ച് ഈ വിദ്യാലയത്തിൽ തന്നെ അധ്യാപികയായി ജോലി ചെയ്യാൻ സാധിച്ചതും ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി. സീനിയർ അധ്യാപിക KA സിസിലി നന്ദി പറഞ്ഞു. അല്ല, ഹൃദയം കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. ഇന്നത്തെ ഉദ്ഘാടന പ്രസംഗ ശൈലിയിലും നമ്മൾ കേട്ടത്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ നൽകി ആദരിച്ചു.
പരിപാടികളും അരങ്ങേറുകയുണ്ടായി. ആശംസകൾ ഞങ്ങൾ പാടാം മംഗളങ്ങൾ ഒന്നായി നേരാം ആശംസകൾ. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.